സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഏയ് രാജേഷ്, നീ എങ്ങോട്ടീ പോന്നെ? നിക്ക് പറയാം. നീ എങ്ങോട്ടീ പോന്നെ? പറയാടി. രാജേഷ് പറഞ്ഞിട്ട് പോന്ന്. രാജേഷ്, ഏയ് രാജേഷ്, നിന്നോട് ചോദിക്കുന്നെ. നീ ഇറങ്ങ്. എന്തിനാ ഇറങ്ങുന്നേ? ഇറങ്ങാൻ പറഞ്ഞില്ലേ? എന്തിനാന്ന് പറ. വാ ഞാൻ പറയാം. നീ എന്തീ കാണിക്കുന്നെ? വാ ഞാൻ പറയാം. എന്തിനാന്ന് പറ. ഇങ്ങോട്ട് വാ. ഏയ് രാജേഷ്, ഇവിടെ നിക്ക്. ഏയ് രാജേഷ്, ഒരു മിനിറ്റ് അങ്ങനെ തന്നെ നിക്ക്. തിരിഞ്ഞു നോക്കല്ലേ? അങ്ങനെ തന്നെ നിക്ക്. തിരിഞ്ഞു നോക്കല്ലടി. ഞാൻ പറയുന്നവരെ അങ്ങനെ തന്നെ നിക്ക്. രാജേഷ്, നീ ഇത്രയും നേരം അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കാടാ? വെയിറ്റ് ബേബി, ഞാൻ പറയുന്നവരെ അങ്ങനെ തന്നെ നിക്ക്. തിരിഞ്ഞു നോക്കല്ലടി. തിരിഞ്ഞില്ല. ഗീത, തിരിഞ്ഞു നോക്ക്. എന്താടാ? കട്ടി. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഹാർട്ട്. ഹാപ്പി ബർത്ത്ഡേ മൈ സ്വീറ്റ് ഹാർട്ട്. Happy birthday, my sweetheart. Happy birthday to you. ഏയ് എന്തു പറ്റി? താങ്ക് യു രാജേഷ്. നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? ഓ ഗിഫ്റ്റാ?
സോറി ഡി, ഞാനത് മറന്നുപോയി. അതൊന്നും അല്ലടാ. നീ അവസാനം വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവോ? ഏയ് എന്താടി നീയും എല്ലാ പെണ്ണുങ്ങളെ കാഷ്വലായി സെന്റിമെന്റൽ എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ ഫാമിലി നിന്റെ ഫാമിലി പോലെ ഒന്നും അല്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് സമ്മതിക്കുമെന്ന് എനിക്കൊരു പേടി. ഏയ് ഒന്നുമില്ലടി, നീ വിട്ടേക്ക്. അതല്ല, ബർത്ത്ഡേക്ക് നീ ട്രീറ്റ് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ലല്ലോ. ബർത്ത്ഡേ ട്രീറ്റോ? നീ എന്തീ പറയുന്ന? എന്ത് ട്രീറ്റ്? എന്താന്ന് മനസ്സിലായില്ലെന്നാ? ഏയ് രാജേഷ്, നീ എന്തേ ചെയ്യുന്നത്? വേണ്ട രാജേഷ്. ഗീതു കരയിലടി. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നം കാരണം എവിടെ വന്നിരിക്കുന്നത് അതറിയോ? നീയും കൂടെ എന്താ കാര്യമെന്ന് പറ. രാജേഷ്, 1.5 മാസമായിടാ ഞാൻ കൺസീവ് ആണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമാവോന്ന് എനിക്കൊരു പേടി. വാട്ട്? എന്താടീ പറയുന്നത്? ഞാൻ പറഞ്ഞതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ല. വലിയ ഷട്ടപ്പ് ഗീത. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് ന്യൂസ് പറഞ്ഞ് ഞാനെന്ത് ചെയ്യാനാ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിന് നീ കുറച്ച് സമയം എന്താ? എന്ത് ആലോചിക്കണോന്നോ? നിനക്കറിയില്ല എന്താ ചെയ്യണ്ടെന്ന്. നിന്നെ ഞാൻ ചതിക്കില്ല. ഏയ് വിശ്വസിക്ക്. അതുവരെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? ശരി, നീ അതുവരെ എൻ്റെ ഫ്രണ്ട് സഞ്ജയൻ്റെ വീട്ടിൽ നിൽക്ക്. ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് നിന്നോട് പറയാം. ഓക്കെ അല്ലേ? സാറേ, MLA മോൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ വിഷയമില്ലേ? സിറ്റി മുഴുവൻ കാട്ടുതീ പോലെ വരുന്നേക്കുക. പെട്ടെന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ ജനങ്ങൾക്ക് പോലീസിന്മേലുള്ള വിശ്വാസം പോയി കിട്ടും. സാർ, ഈ വിഷയം സാർ തന്നെ ഏൽപ്പിച്ചേക്ക് സാർ. ഒരുത്തനുണ്ട് സാറേ, അവനെ വെച്ച് ഈ വിഷയം നമുക്ക് തീർപ്പാക്കാം. അതാരാ സാർ? എനിക്കറിയാത്ത നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒരാൾ. അയാളുടെ പേര് മാണിക്യവേൽ. തമിഴ്നാട്ടിൽ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന എല്ലാ കേസിനും തീർപ്പാക്കുന്നത് ഇയാളും ഇയാളുടെ ടീമുമാണ് സാർ. അതിൽ നമ്പർ 1. ഇവരെ കൊണ്ട് മാത്രമേ ഈ കേസ് തീർപ്പാക്കാൻ പറ്റത്തുള്ളൂ സാർ. എന്നെ വിട്, എനിക്കൊന്നും അറിയില്ല. എന്നെ വിട് സാർ. അയ്യോ അമ്മേ. ശരിക്കും പറഞ്ഞ നിന്റെ അച്ഛനെ എങ്ങനെ കെട്ടിയിട്ട് അടിക്കേണ്ടത്? എനിക്കൊന്നും സ്ത്രീകളെ പറ്റി നിനക്കൊക്കെ എന്താ അറിയാം? ഡേറ്റിങ്ങിന് പോവുക, റൂമിലേക്ക് കൊണ്ടുപോവുക, എല്ലാ കാര്യവും കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് അടുത്ത ആളിലേക്ക് പോവുകയാണോ നീയൊക്കെ? മാഡം, എനിക്കൊന്നും അറിയില്ല. അഭിനയിക്കില്ലടാ നാണം കെട്ടവനെ. അയ്യോ, നിന്നെ ഒന്നും തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ദിവ്യ പ്രേമം അത് ഇതെന്നൊക്കെ പറഞ്ഞ് പിന്നാലെ വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ പറയണം. പ്ലീസ് പ്ലീസ് എന്നെ വിട്. അവളെ നീ എന്താണോ ചെയ്തേ? പറഞ്ഞില്ലെങ്കിൽ അടിച്ചിന്റെ തൊലി ഉരിച്ച് ഉപ്പ് തേച്ച് കളയും. പ്രശ്നം എത്ര വഷളായി നിനക്ക് അറിയാവടാ. പിന്നെ നിന്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും നിന്നെ ഒന്നും രക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായടാ? മര്യാദക്കെല്ലാം പറ. അവളെ എവിടെയാടാ ഒളിപ്പിച്ചേ? ചോദിച്ചു കേട്ടില്ലേ? പറയടാ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ തുണിയൊക്കെ ഊരിട്ട് റോട്ടിക്കട അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും. അയ്യോ അമ്മേ. എന്താ ഇവന്റെ കാര്യം? ഇവൻ വല്ലതും പറഞ്ഞോ? അവൻ വലിയ പ്രണയവീരനല്ലേ സാർ, എങ്ങനെ വായ തുറക്കാനാ? അയ്യോ
സാർ പ്ലീസ് എന്നെ വിട് സാർ. സാർ ആ പെണ്ണിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല സാർ. പ്ലീസ് സാർ എന്നെ വിട് സാർ. അതൊക്കെ അവൻ പറഞ്ഞോളും. MLA-യുടെ മോനല്ലേ, കൊഞ്ചിച്ച് വളർത്തിയിട്ടുണ്ടാവും. ഓടിച്ച് പൊളിച്ച് തലകീഴായി തൂക്കിയിട്ടുണ്ടല്ലോ, തന്നെ പറഞ്ഞോളും. അമൂൽ ബേബി നീയായിട്ട് പറഞ്ഞാ വിട്ടേക്കാം. ഇല്ലെങ്കിൽ സാർ പറയാം സാർ. ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സാർ. ഞാനും അവളും സ്ഥിരമായിട്ട് പുറത്ത് കറങ്ങാൻ പോകാറുണ്ട് സാർ. അപ്പോൾ അറിയാതെ തെറ്റുപറ്റിയാ സാർ. അങ്ങനെ അവൾ കൺസീവ് ആയി സാർ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കായിരുന്നു സാർ. അവളുടെ വീട്ടിൽ അച്ഛന് കാര്യം അറിഞ്ഞു സാർ. അവളെ കൊന്നുകളെന്ന് ഞാൻ പേടിച്ചു സാർ. അതുകൊണ്ട് സാർ ഞാൻ അവളെ ഒളിപ്പിച്ചു വെച്ച്. പിന്നെ സാർ ഞാൻ സത്യമാണ് പറഞ്ഞത് സാർ. പ്ലീസ് സാർ വിശ്വസിക്കും സാർ. സാർ 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 വേണ്ട സാർ പ്ലീസ് സാർ. MLA അരംഗസ്വാമിയുടെ മകൻ രാജേഷും കൂലിപ്പണിക്കാരന്റെ മകളായ ഗീതയുമായുള്ള പ്രണയത്തിന്റെ കേസിൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭനായ ഓഫീസർ മാണിക്യവേലിന്റെ ചോദ്യം ചെയ്യലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും നിറഞ്ഞോടുകയാണ്. ഈ കേസിനെ കുറിച്ച് ജനങ്ങളുടെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ മേലുള്ള അധികാരികളുടെ കുതിരകയറ്റം അവരിലുള്ള വിശ്വാസം പാടെ ഇല്ലാതാക്കുകയാണ്. ഈ പ്രശ്നം വന്നതോടെ ജനങ്ങളാകെ പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ്. ഗുഡ് ജോബ് മാണിക്യവേൽ. ഇന്ന് ഈ സിറ്റിയുടെ ഹോട്ട് ടോപ്പിക് നിങ്ങളാ. മാണിക്യവേൽ, ഒരു സെൻസിറ്റീവായിട്ടുള്ള കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഗുഡ് ലക്ക് മാണിക്യവേൽ. നിങ്ങൾ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട സാർ. ഈ കേസ് അവസാനിപ്പിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. ഗൈസ്, ഈ കേസ് ഒത്തിരി വർഷമായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന റൗഡി കലിവർദ്ധനെ കുറിച്ചുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ്, കൊലപാതകം, കൊള്ളയടി, മനുഷ്യക്കടത്ത്, അങ്ങനെ ഒരുപാട് ഇല്ലീഗൽ ബിസിനസ് അവന്റെ കൺട്രോളിലാണ്. ഒരു പഴുതുപോലുമില്ലാതെ എല്ലാം ചെയ്യുന്നതിൽ അവൻ എക്സ്പേർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ വരെ അവന്റെ പേരിൽ ഒരു FIR പോലുമില്ല. ആരുമറിയാതെ ഇവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ വില തന്നെ കോടികളാണ്. പക്ഷേ നോ എവിഡൻസ്, നോ പ്രൂഫ്. സർ, അവനെ ട്രേസ് ചെയ്ത് സമയം കളയുന്നതിന് പകരം എൻകൗണ്ടർ ചെയ്ത് കേസ് അങ്ങ് തീർത്തൂടെ? സർ, ഒരുപാട് ആലോചിക്കല്ലേ? അതെ സാർ, പ്രിയ പറയുന്നതാ ശരിയെന്നാ എനിക്കും തോന്നുന്നത് സാർ. എത്രയോ ഓഫീസേഴ്സ് നോക്കിയിട്ട് നടക്കാത്ത കേസല്ലേ നമ്മുടെ ഈ തന്നത്. എനിക്കെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു സാർ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? സാർ, നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും സാർ. ഇപ്പോൾ ഈ കേസിനെ കുറിച്ചുള്ള ഫയല് നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന ജോലി നമ്മൾ കറക്റ്റായി ചെയ്യണം. അതിനാണ് നമ്മൾ ശമ്പളം വാങ്ങുന്നത്. ഓക്കെ ഗൈസ്? എന്താടാ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു സാറേ. നമ്മുടെ സലിമിൻ്റെ തുണിക്കിടയിൽ നിന്ന് പലിശ വാങ്ങാനുണ്ട്. അവനെന്താ ഇതുവരെ പൈസ തരാത്തെ? ആ, ഞാൻ പെട്ടെന്ന് പൈസ ചോദിക്കാം. വാങ്ങിച്ചെടുക്കാൻ നോക്ക്. ശരി, ഇടാ വാടാ നോക്കാം. വേഗം പോടാ. സാർ, ആ കലിവർദ്ധൻ ഈ നാട്ടിലൊക്കെ നല്ല പേരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാർ. ഭയമൊരുക്കിലഞ്ചു വിരിച്ചു മുന്നിലേറി വരുക. കാർഡ്ബോർഡ് പെട്ടിയിൽ സ്കെച്ച് ഇട്ട് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ കെട്ടിയിട്ട് പൂർത്തിയാക്കുക. പരതി വിട്ട് കളിച്ചാൽ സ്കെച്ച് ഇട്ട് പൂർത്തിയാക്കുക. കെട്ടിയിട്ട് പൂർത്തിയാക്കുക. സ്കെച്ച് ഇട്ട് പൂർത്തിയാക്കുക. സർ, അവനൊരു ക്രിമിനലാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ എല്ലാരെയും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്.
ഈയടുത്ത് ഒരു കൂട്ടക്കൊല നടന്നപ്പോ 7 കുടുംബങ്ങൾക്കാ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഈയൊരു ന്യൂസ് അവന്റെ പണവും അധികാരവും വെച്ച് മീഡിയയിലേക്ക് എത്താതിരിക്കാൻ അവൻ നോക്കി സർ. നമ്മൾ അവനെ പിടിച്ചാലും ഈ ന്യൂസ് പുറത്തുവിടാതെ സീക്രട്ട് ആയിട്ട് അവനെ എൻകൗണ്ടർ ചെയ്യണം സർ. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല സാർ, കലിവർദ്ധനന്റെ അടുത്തേക്ക് എങ്ങനെ എത്തിപ്പെടുമെന്നാണ് പ്രശ്നം. മനുഷ്യനെ മനുഷ്യ വേട്ടയാടുന്നത് ചട്ടക്കൂട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. മതിപ്പിച്ച് ചൂടേറി ഇരിക്കുന്നു മാനദണ്ഡങ്ങൾ തന്ത്ര ഉപയോഗിക്കുക. ചതിമല കൂടിയ മറിഞ്ഞ കിരീട്ടിൽ കാക്കി എന്തുകൊണ്ടാണ് തളിച്ചു മറിയണത്? നെഞ്ചു വിരിച്ചു മുന്നിലേറി വരുക. കാർഡ്ബോർഡ് പെട്ടിയിൽ സ്കെച്ച് ഇട്ട് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ കെട്ടിയിട്ട് പൂർത്തിയാക്കുക. പഴുതി വിട്ട് കളിച്ചാൽ സ്കെച്ച് ഇട്ട് പൂർത്തിയാക്കുക. കെട്ടിയിട്ട് പൂർത്തിയാക്കുക. സ്കെച്ച് ഇട്ട് പൂർത്തിയാക്കുക. കെട്ടിയിട്ട് പൂർത്തിയാക്കുക. What you looking at? What you looking at? What you looking at, boy? What you looking at? Yeah, you go. മനുഷ്യനെ മനുഷ്യ വേട്ടയാടുന്നത് ചട്ടക്കൂട്ടിനെ കുറിച്ച് ചിന്തിക്കരുത്. മതിപ്പിച്ച് ചൂടേറി ഇരിക്കുന്നു മാനദണ്ഡങ്ങൾ തന്ത്ര ഉപയോഗിക്കുക. ചതിമല കൂടിയ മറിഞ്ഞ കിരീട്ടിൽ കാക്കി എന്തുകൊണ്ടാണ് തളിച്ചു മറിയണത്? ഹലോ സാർ, ആ വിഗ്രഹക്കടത്ത് കേസ് സാർ അന്വേഷിക്കുന്നെന്ന് കേട്ടല്ലോ. സാർ ആവശ്യമില്ലാതെ കേസെടുത്ത് തലേ വെക്കണ്ട. പണ്ട് കുറച്ച് പേര് ഇത് അന്വേഷിക്കാൻ നോക്കിയതാ. അവരുടെ അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. സാറ് കേൾക്കുന്നുണ്ടോ? സാർ, ഞാൻ എൻ്റെ കടമയല്ലേ ചെയ്യുന്നത്. സാറെന്താ ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എട പൊന്ന നാറി, സാർ എന്താ പറയുന്നത്? കണക്കില്ലാത്ത കള്ളപ്പണം കണക്കുണ്ടാക്കി അത് ജനങ്ങൾക്ക് കൊടുത്ത് ഇലക്ഷനിൽ 1-ന് 3 കള്ളവോട്ടും കുത്തി ഒരു കോട്ടറിനും കോഴിക്കാലിനും കതറിട്ടവന്റെ പിന്നാലെ പോയി കുടിസ് റൂമിൽ കിടന്ന് നായയെപ്പോലെ നക്കിയിട്ട് അവനവന്റെ പാരമ്പര്യം സംസ്കാരവും കുംഭാഭിഷേകം പാലഭിഷേകം നടത്തി സൂക്ഷിച്ചു വച്ചിരുന്ന വിഗ്രഹങ്ങളെ കണ്ണി കണ്ടവന്മാർക്ക് വിറ്റിട്ട് ഇവിടെ തല കുനിച്ചു നിൽക്കുക. ഇത് പോരാ നിനക്ക്? ഈ കേസ് തെളിയിക്കാൻ വേണ്ടി നാടും വീടും പെണ്ണും കുട്ടിയൊക്കെ വിട്ട് ചാർജ് എടുത്തോനെ ഫോൺ വിളിച്ച് വരട്ടുന്നോടാ നായെ. ഒരു കാര്യം നീ ഓർത്തോ, ഈ മാണിക്യവേല് സത്യത്തിനും നീതിക്കും വേണ്ടി എന്നും ഉറച്ചു നിൽക്കൂടാ. ഇതില് നീയല്ല, നിന്റെ താന്ത വിചാരിച്ചാ പോലും എന്റെ ഒരു മുടിയെ തൊടാൻ പറ്റില്ലടാ. ഇപ്പൊ തന്നെ മൊട്ടയാടാ. കണക്കെല്ലാം നോക്കിയാലടാ, ശമ്പളം കൊടുക്കട്ടെ. ശരിയണ്ണാ. രമേശേ, ഇവിടെ വാ. ഇതാ നിന്റെ ശമ്പളം. ഇത് വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ, മനസ്സിലായോ? കണ്ണി കണ്ടിടത്തൊന്നും കൊണ്ടുപോയി കളയരുത്. നോട്ട് ചെയ്യടാ. ശരിയണ്ണ. അവന്റെ കണക്കെഴുതി വെക്ക്. ഓക്കെ അണ്ണ. ഇവന്റെ കണക്കിൽ വരവെച്ചോ. ശരിയണ്ണ. എന്താടാ, അഡ്വാൻസ് മേടിച്ചതല്ലേ? അതും കഴിച്ച് ബാക്കി പൈസ എന്നാ പിടിക്കേ.
വീട്ടിൽ പോയി മര്യാദയ്ക്ക് ഭാര്യയും കൊച്ചിനെയും നോക്ക്. ഞാൻ പോയിട്ട് വരാം. ആ പോ. പണിയൊക്കെ ഇച്ചിരി മെനയായിട്ട് ചെയ്യണം. ശരി പോ. ഇതവന്റെ കണക്കിൽ വെക്ക്. ഓക്കെ അണ്ണാ. Come on, guys. ദാ ഇറങ്ങടാ, ഇറങ്ങ്. സാർ അവനെ കൊന്നുകളയും സാർ. ഛേ, എല്ലാം കയ്യിന്ന് പോയി. സാർ ഈ പ്രശ്നത്തിൽ നിന്ന് അവന്റെ അധികാരം ഉപയോഗിച്ച് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഇനി അയാളെ ലോക്ക് ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ട് എല്ലാം തെറ്റിപ്പോയി സാർ. ആനയെ വേട്ടയാടാനുള്ള പ്ലാൻ ആദ്യം മുയലിനെ പിടിക്കാൻ ഉപയോഗിക്കണം. മുയലിനെ പിടിക്കാതെ വിട്ടുകൊണ്ട് ആനക്ക് മതമിളകി നമ്മുടെ അടുത്തുനിന്ന് പോയില്ലേ സാർ? രമേഷ് സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. മുയലിന് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞൊരു കെണി വെക്കാം. ഗൈസ്, ഡിസ്കവറി ചാനലിലെ പോലെ എലിന്റെയും പൂച്ചന്റെയും കഥ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നടന്നതാണ് ഇവിടെ പ്രധാനം. ഭരത്തെ, അണ്ണാ പറഞ്ഞോ അണ്ണാ. ഇനി മുതലേ മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് നടന്നോളണം. ഇല്ലെങ്കിലേ നമ്മുടെ കാര്യം പോക്കാ. പോലീസ് നമ്മളെല്ലാം തപ്പി നടക്കുക. ഇനി നമ്മളുള്ള എല്ലായിടത്തും അവന്മാര് കേറി നിറങ്ങൂടാ. എടാ ഗോപാല, ചേട്ടാ നീ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. നമുക്കൊരു കൈ നോക്കാം. ശരി ചേട്ടാ. എന്താ രാജാ, മനസ്സിലായോ? മനസ്സിലായണ്ണ. നമുക്കിനി ഇറങ്ങിക്കളിക്കാം. ഇതേ നോക്കിയ രാജ, ആ പോലീസുകാരെ വെറുതെ വിടരുത്. അണ്ണൻ്റെ മനസ്സ് അവർ വേദനിപ്പിച്ചു.
പിന്നെ ചേട്ടൻ ചെയ്യുന്ന ജോലിക്ക് പോലീസുകാർ പിടിച്ചോണ്ട് ഈ പാലാഭിഷേകം ചെയ്യാൻ പോകുന്നേ? എന്താടാ പറഞ്ഞ? കഴിവരുടെ മോനെ, അത്രയ്ക്ക് വലിയ ആളായോ നീ? അണ്ണനെ കളിയാക്കാറായോ നീ? ഡാ ഭരത്തെ, നിനക്കുള്ള അതേ ദേഷ്യവും വിശ്വാസവും എനിക്കും ഉണ്ട്. ആവശ്യമില്ലാതെ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് പെരുമാറല്ലേ. ഭരത്തെ, സമാധാനമായിട്ടിരിക്കെ. കൃത്യസമയത്ത് വേണ്ടത് ചെയ്യാടാ. അതുവരെ ഒന്ന് അടങ്ങിയിരിക്കേ. കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് അപ്പം ചെയ്യാം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം വന്നവരെ വെയിറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇല്ലടാ, ഇന്നലെ പോലീസില്ലേ നമ്മുടെ അണ്ണനെ വളഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ലടാ. ഭാഗ്യത്തിന് ആ ഭഗവാന്റെ കരുണ കൊണ്ടാ നമ്മുടെ അണ്ണനെ രക്ഷിക്കാൻ പറ്റിയത്. നമ്മളെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ രാജാ. മനസ്സിലായോ? മനസ്സിലായടാ. പക്ഷേ ഈ കാര്യമൊക്കെ അണ്ണനെ അറിയാതെ വേണ്ടടാ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാധാനമായിട്ടിരിക്കാൻ. ചെയ്യടാ. കറക്റ്റ് സമയം വരുമ്പോൾ വേണ്ടത് ചെയ്യാം. ചെയ്തിരിക്കും. അണ്ണാ, ആ പോലീസുകാരെ വെറുതെ വിടരുതണ്ണാ. അണ്ണൻ്റെ നെറ്റിയിൽ തോക്ക് വെച്ചവരാ. അവരൊരിക്കലും വെറുതെ വിടരുതണ്ണാ. ഭരത്തെ, ഒന്ന് അടങ്ങടാ. നാട്ടിലെ വലിയ ആളാവുമ്പോഴേ തലയിൽ തലക്കെട്ട് വരും, നെഞ്ചിൽ ഓട്ടയും വരും. ഒന്ന് അടങ്ങ്, എല്ലാം തീർക്കാം. അതിനുള്ള നേരം എന്തായാലും ഒത്തുവരും. മലർന്ന് കിടന്ന് തുപ്പിയാലേ അത് നമ്മുടെ മുഖത്ത് തന്നെ വീഴും. അതല്ല അണ്ണാ, പുറത്തുനിന്ന് ആളിറക്കി നമുക്ക് പണിയാണ്ണാ. അപ്പോഴേ നമ്മൾ ആരാന്ന് അവർക്ക് അറിയുള്ളൂ അണ്ണാ. അപ്പോഴേ അവർക്ക് പേടി വരുള്ളൂ. ശംഖ് നമ്മുടെ കയ്യിലാ ഉള്ളേ. സമയം വരും, അപ്പൊ നീ തന്നെ എടുത്ത് ഊരിക്കോ. നമ്മുടെ പിള്ളേരെല്ലാം വിളിച്ചിട്ട് ഒന്ന് റെഡിയായിരുന്നോളാൻ പറ. സിഗ്നൽ എപ്പോൾ കിട്ടിയാലും കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് ചെയ്യണം. നമ്മളാണോ പോലീസുകാരാണോ കാത്തിരുന്ന് കാണാം. സർ, ഇവളാണ് നന്ദിനി. എൻ്റെ ചില കേസുകൾ ഇവളെ വെച്ച് ഞാൻ സീക്രട്ടായി അന്വേഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ ആണുങ്ങളെയും വശത്താക്കാൻ ഇവളൊരു പ്രത്യേകം ഇടിക്കുക. ഈ കാര്യത്തിലും നമുക്ക് ഇവളെ വെച്ചൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ? കുഴപ്പമൊന്നുമില്ലാതെ ജോലിയെല്ലാം തീർക്കില്ല മോളെ. സർ, ആളെ മാത്രം കാണിച്ചു തന്നാൽ മതി. ചൂണ്ട റെഡിയാണ്. നീ ചൂണ്ടയിടോ വലയിടോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. കാര്യം കൃത്യമായി നടന്നാൽ മതി. ഒരു കാര്യം നീ ഓർത്തോ, നീ പിടിക്കാൻ പോകുന്നത് നത്തോലീനിയല്ല, സ്രാവ.
ഇവനാണ് കലിവർദ്ധൻ. ഭരതാ വണ്ടി ഇടറാ. ശരി അണ്ണാ. കേസിലെ പ്രധാനി, നീ അവനെ ഫോളോ ചെയ്യണം. ശരി മാഡം. ഹലോ, ഇവിടെ റൂം ബുക്ക് ചെയ്തിരുന്നു. കീ തരോ? നന്ദിനി, ബി കെയർഫുൾ. കലിവർദ്ധൻ വന്നോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വളരെ പ്രസിദ്ധമായിട്ടുള്ള പരമ്പരാഗതമായ വിലയേറിയ വിഗ്രഹങ്ങൾ ഈ അടുത്ത കാലം മുതൽ മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മോഷ്ടിക്കപ്പെട്ട ഈ വിഗ്രഹങ്ങൾ പുറം രാജ്യത്തേക്ക് കടത്തുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ. ഇതുപോലെ മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങൾക്ക് പുറകെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. അധികാരികളുടെ ഈ ഒരു അനാസ്ഥയിൽ ജനങ്ങൾ വളരെ രോഷാകുലരാണ്. നാടിന്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു പ്രശ്നത്തിന് ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. ITV ചാനലിന് വേണ്ടി റിപ്പോർട്ടർ നിഷ. എന്താ മാണിക്കവേൽ, നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ CBIക്ക് പോകേണ്ട ഒരു കേസ് നിങ്ങളെ ഏൽപ്പിച്ചത്? എന്നിട്ടതെന്തായി? സാർ, നമ്മൾ അടുത്തെത്തി കഴിഞ്ഞു. ഇനി അവനെ ഒന്ന് ലോക്ക് ചെയ്താൽ മാത്രം മതി. കുറച്ച് സമയം കൊടുത്താ. അതിനുശേഷം കലിവർദ്ധന് അവസാനം വരെ കലികാല. മാണിക്കവേൽ, നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം അവരുടെ നാട്ടിലേക്ക് മോഷ്ടിച്ച് അത് വെച്ച് പണം ഉണ്ടാക്കുന്ന ഇതുപോലത്തെ ഗ്രൂപ്പുകളെ ഉണ്ടല്ലോ, അവരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അവർ നാട് നശിപ്പിക്കും. അതുകൊണ്ട് എല്ലാത്തിനെയും പൊക്കി അകത്താക്കണം. നമ്മുടെ നാട്ടിലെ ദൈവങ്ങളുടെയൊക്കെ മതിപ്പും മര്യാദയും ഇവന്മാർക്ക് എങ്ങനെ അറിയാനാ സാറേ? അതുകൊണ്ടാ ഇതിൻ്റെയൊക്കെ വില അറിയുന്ന വെള്ളക്കാരൻ ഇവന്മാർ ചോദിക്കുന്ന വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പോകുന്നു. ആദ്യം ഇവന്മാർക്ക് അറിയില്ലല്ലോ. ഈ നായ്ക്കളെല്ലാം പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവന്മാരാ. ഇവന്മാരെയൊക്കെ തൂക്കേണ്ട സമയത്തിന് കറക്റ്റായിട്ട് തൂക്കണം സാറേ. അതാ വേണ്ടത്. എപ്പോ എവിടെ വെച്ച് പൊക്കണോ ഇവന്മാരെയൊക്കെ അവിടെ വെച്ച് പൊക്കാൻ സാറേ. ഇവളുമാരെയൊക്കെ വിശ്വസിച്ചത് നമ്മുടെ തെറ്റായിപ്പോയി. ഡിപ്പാർട്ട്മെന്റ് എങ്ങാനും അറിഞ്ഞാ എന്റെ മാനം തന്നെ പോവും. എന്ത് ചെയ്യോ എങ്ങനെ ചെയ്യോ എന്ന് എനിക്കറിയണ്ട. ഇന്ന് രാത്രി തന്നെ കലിവർദ്ധനെ പൊക്കണം. സോറി സർ, അവളെ പറ്റി അറിയാതെ റെക്കമെൻഡ് ചെയ്തത്. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. സാറ് നിങ്ങളെ വിശ്വസിച്ചില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വിട്ടുകള രമേശ് സാർ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇവരുടെയൊക്കെ പുറകെ പോയത് തെറ്റാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇവനൊക്കെ വേറെ പണിയാ വേണ്ടത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ പിടിക്കാൻ പോകുന്ന ശ്രാവനെയാണെന്ന്. പോലീസ് നമ്മുടെ കണക്കെടുത്തു തുടങ്ങി.
കണക്കപ്പിള്ളയെ വിളിച്ച് കണക്കെല്ലാം ശരിയാക്കി വെക്കാൻ പറയും. ഇനി ഇൻകം ടാക്സിൽ നിന്ന് ആര് വന്നാലും ശരി, അവനൊന്നും ഒരു തുമ്പും കിട്ടാൻ പാടില്ല. മനസ്സിലായോ? അണ്ണാ നിങ്ങൾ വിഷമിക്കണ്ട അണ്ണാ, നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങളുള്ള അണ്ണാ. ഇന്നെൻ്റെ കുടുംബം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് അണ്ണാ. അണ്ണനോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കും അണ്ണാ. ഹലോ പറയൂ രാജ. അണ്ണനെ വിളിച്ചോണ്ട് വാടാ. ശരിയുടെ മുത്തേ. ആരുടെ മേത്തടാ കൈ വെക്കണേ? ഇനി എങ്ങനെ വെച്ചാ അടിച്ച് ഞാൻ ആരാന്ന് നിനക്കറിയോ? എടാ നിങ്ങൾ പറഞ്ഞ കേട്ടില്ല. ആരടാ നീയൊക്കെ? എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? കള്ളുടിച്ച് റോട്ടി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണോ? അതൊക്കെ ചോദിക്കാം. നീ ആരാടി? എന്താടി നോക്കുന്നേ? അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റും. നമ്മുടെ ഏരിയ വന്നിട്ട് നമ്മളോട് അവള് ആരാന്നാ വിചാരം? അവള് എന്നോടേ ആരാണെന്ന്. പോലീസോ? പോലീസ് മാഡം? ഒന്നുമില്ല മാഡം, പൊക്കോളൂ. മാഡം പൊക്കോ. ചെല്ലു മാഡം, പൊക്കോ. പ്രശ്നമൊന്നുമില്ല. ഓ മാഡം. ഓക്കെ ശരി മാഡം. ആരാത്? ചോദിച്ചത് കേട്ടില്ലേ? നോക്കിയിട്ട് ആരും കാണുന്നില്ലല്ലോ. അണ്ണാ ഇന്നലെ തന്നെ പൊക്കിയണ്ണ, കണ്ടില്ലേ പട്ടിയെ പോലെ കിടക്കുന്നേ. അണ്ണാ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവിടെ തന്നെ ഇട്ട് തീർക്കാം. ഇവളുടെ ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കടാ. പോലീസാണോ അതോ നമ്മളാണോ എന്ന് കാത്തിരുന്ന് കാണാന്ന് പറയേ. പിന്നെ നമ്മുടെ അണ്ണനോട് കളിച്ച എങ്ങനെ ഇരിക്കുമെന്ന് ആ പോലീസുകാരെ പഠിപ്പിച്ചു കൊടുക്കാം അണ്ണാ. പ്രിയനെ അവർ തട്ടിക്കൊണ്ടുപോയി സാർ. ഇനി ആ കലിവർദ്ധനെ വെറുതെ വിടുന്നതിൽ അർത്ഥമില്ല സാർ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. താങ്ക് യു സാർ. സാർ ഇനിയും പ്ലാൻ ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല സാർ. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവും. നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും കാര്യങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുക. കലിവർദ്ധ നീ തീർന്നടാ മോനെ. പോലീസ് ആരാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കണം. ഗൈസ് അകത്ത് പോകുന്നു, കലിവർദ്ധനെ നൈസായി പൊക്കുന്നു.
എന്താടാ കലിവർദ്ധ, നിന്നെ കൊണ്ടുവന്ന് ഇവിടെ സോഫയിൽ പിടിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നാണ് കരുതിയേ? എന്താടാ ഇവിടെ ഇരുന്ന് നിനക്ക് സുഖിക്കാന്ന് കരുതിയോ? ഇരിക്കുന്ന കണ്ടില്ലേ, സിറ്റിയിലെ വലിയ ഡോണാ. അതുകൊണ്ടാ നിന്നെ കാണുമ്പോഴേ ഒരു ചെറിയ ഭയം. അല്ലല്ല ചെറിയ 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 ഭയം. എന്തിനാ സാർ ഇവനോടൊക്കെ സംസാരിക്കുന്നത്? ഇവൻ ചെയ്ത തെറ്റിന് അടിച്ച് കാലൊടിക്കാതെ ഇങ്ങനെ ഇരുത്തി സംസാരിക്കുകയാണോ വേണ്ടത്? ഞങ്ങൾക്ക് തന്നെ വട്ടാവണു. സാർ, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ കോഴീനെ പൊരിക്കണ പോലെ പൊരിച്ചു കളയാം. മോനെ സാധിക്കേ, കലിവർദ്ധൻ എന്താ ബ്രോയിലർ കോഴിയോ? തൊലിയൊരിച്ച് പൊരിക്കാൻ സ്രാവ്. മുതലാളിനെ ബഹുമാനത്തോടെ ചോദ്യം ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന്. ദി കിങ് ഓഫ് കേരള. എടാ പോലീസേ, എന്നെ വെച്ച് എന്ത് കളിയാടാ കളിക്കണേ? ഒരു കളിയും നടക്കാൻ പോകുന്നില്ല. നിന്റെയൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ മോഡലാടാ ഈ ഞാൻ. നിലത്ത് പൊട്ടിച്ച ബുള്ളറ്റ് നിന്റെ തലയെ പൊട്ടിക്കാൻ അധികം നേരെ എടുക്കില്ല. പറയുന്ന മറുപടിക്ക് ചോദ്യം ചോദിക്കണം പുല്ലേ. സാർ മാറ്റി പറഞ്ഞില്ലേ സാർ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ, ഇല്ല ഞാൻ സാധിക്കും കൂടെ പറയിപ്പിച്ചോളാം. രമേശ് സാർ അങ്ങനെയാ പറഞ്ഞേ? പറഞ്ഞു പോയത് മാറ്റാൻ പറ്റില്ല. എന്താ പറ്റിയത്? ഇനിയും രാജകുമാരിയെ കാണാനില്ലല്ലോ. അല്ലയോ കൊണ്ടേ ഗോപാലവർകളെ, ഇത്രയും ഭംഗിയുള്ള നിങ്ങളെയും വട്ടമുഖത്തിന് ആ രാജകുമാരിയുടെ മറ്റൊരു മുഖമായ കാളിരൂപത്തെ അങ്ങ് കാണിച്ചല്ലോ. അതുപോലെ ഇനിയും ആ മുഖം കാണിക്കാത്ത അവളോട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ അണ്ണ? എന്റെ പൊന്നണ്ണ, കൊണ്ടേ ഗോപാൽ അണ്ണ. എടാ മരയോന്തിന്റെ മുഖമുള്ള മാക്രി, പൊട്ടനെ പോലെ പറയാതറാ. കാള ബെൽറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തോണ്ടിരിക്കണ കഥയില്ലേ, നിനക്കറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാടാ. മൂടിയിട്ടിരിക്കടാ. ഇങ്ങനെ ഒരു പൊട്ടനാണല്ലോ എൻ്റെ കൂടെ ഉള്ളത്. ഇരിക്കടാ ബുദ്ധിയില്ലാത്തവനെ. ഒന്നിങ്ങ് വന്നേ. അതുകൊണ്ടാണ് എൻ്റെ പടത്തലവനായ ക്ലിന്റനോട് പറഞ്ഞ് ഒരു പുതിയ രീതിയിൽ പോരാട്ടത്തിന് പോകാൻ പറയണത്. നൈസ് ജോക്ക് എന്ന് വെച്ചാ നല്ലൊരു തമാശ നിങ്ങൾ പറഞ്ഞെന്ന്. അതെന്റെ ക്ലിന്റനെ കൊണ്ട് മാത്രമല്ലേ സാധിക്കൂ.
എന്തു പറ്റി മോനെ? കല്യാണമൊക്കെ ആലോചിച്ചെന്ന് തോന്നുന്നു. പോടാ പോ. എൻ്റെ പെണ്ണിനോട് ഇഷ്ടം തുറന്നു പറഞ്ഞ് അവൾക്കൊരു ലവ് ലെറ്ററും കൊടുത്തിട്ട് സദ്യ ഒരുക്കി എൻ്റെ വില എന്താന്ന് ഈ നാട്ടിലുള്ളവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആണുകുട്ടിയേ ആണുകുട്ടിയേ എന്താണ് പെണ്ണുകുട്ടിയേ വണമൈനേയം വണച്ചിറകെ അവനാൽ വളയ്ക്കപ്പെട്ട ആവശ്യം കഴിഞ്ഞ ശേഷം എന്നെ വലിച്ചെറിയുന്നത് ചിരിച്ചിക്കൊണ്ട് വളുവാക്കിയില്ലേ മയവിൽ അഴകിൽ കണ്ണു ഉരുട്ടി ചിരിയിൽ എന്നെ വിരട്ടിയില്ലേ ശരണ്യ, അടുത്ത ദിവസം നേരത്തെ അമ്പലത്തിലേക്ക് വരണേ. ഹലോ, സീത, നിന്നെ തന്നെ. ആരാ? ഞങ്ങളെയാണ് വിളിച്ചേ? പിന്നെ സീത എന്ന് പറയുന്നത് ഇവളല്ലേ? കണ്ടോടി, സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സംസാരിച്ചു. മിണ്ടാതിരിടി. എന്ത് വേണം? എന്തിനെ വിളിച്ച? വാടി, നമുക്ക് പോവാം. സീത നിക്ക്, ഒന്ന് നിക്കുന്നേ. ഡാ അളിയാ, അവിടെ നോക്കടാ. മമ്മി വീട്ടിലില്ല, പോലെ ആരുമില്ല. എടാ വേൽമുരുക, എന്താടാ ഒരു ഉറക്കം? ലാസ്റ്റ് വീക്ക് 2 days. നോ, ഞാൻ 2 ദിവസമായി നിന്നെ വിളിക്കുന്നു. നോ റെസ്പെക്ട്, നോ റെസ്പോൺസ്. വൈ? എവിടെയായിരുന്നു നീ? എന്ത് ചെയ്യായിരുന്നു? എടാ കാക്കേ, എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? പോയടത്തിട്ട് സെല്ല് കളഞ്ഞു പോയടാ. നോണ പറയല്ലേ. പൊട്ടത്തരം പറയാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് പറയടാ മരമണ്ട. നിനക്കൊരു കാര്യം അറിയോ? അറിയുമോ ഇല്ലയോ? നീ എന്താടാ വെറുതെ കണ്ണു വീഴ്ച നോക്കുന്നേ? ഇപ്പൊ എന്ത് ചെയ്യാനാ നീ പറയുന്നേ? മിണ്ടല്ലേ, പറയേ. മിണ്ടാതെ എങ്ങനെയാടാ സംസാരിക്കാൻ പറ്റുന്നേ? വീണ്ടും മിണ്ടല്ലേ, പറയൂ. ഇതൊക്കെ എന്റെ ഗതികേട്. മര്യാദക്ക് പറയൂ. അളിയാ, അയാളെ വിട്ടേക്കടാ. അയാൾ അങ്ങനെ തന്നെ എപ്പോഴും അലമ്പുണ്ടായിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാനാ? ആ ചേട്ടനോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ചേട്ടാ, ദേഷ്യം വരുമ്പോൾ 1 മുതൽ 10 വരെ എണ്ണിയാൽ മതിയെന്ന്. അപ്പൊ ദേഷ്യം മാറിക്കോളും. ഇത് കേൾക്കുന്ന എനിക്ക് തന്നെ ദേഷ്യം വന്നു, പിന്നെ അയാൾക്ക് വരാതിരിക്കോ? ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാ? അടുത്ത പണി നോക്കിയാലോ? എന്നാ സുഖാണോ? എല്ലാവരും അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തു വരുന്നത്? അളിയന്മാരെ, ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇല്ലടാ, ഒരു കുഴപ്പമുണ്ടായില്ല. ഇതേ ഇപ്പൊ ഞാൻ പോണ കണ്ടോ? എന്റെ പൊന്നോ, ഇനി പറ, ഞാനാണോ ആടണത്? പറഞ്ഞ ഒന്ന് പറഞ്ഞിട്ട് പോരാ.
ഞാൻ എവിടെ ആടുന്നെന്നാ പറയുന്നത്? പറയടാ അളിയാ. അളിയ എവിടെയാടാ? ഞാൻ കുറച്ച് ജോലിയില്ലടാ. എടാ ഒരു പരിപാടിയുണ്ട്, നിനക്കൊന്ന് വരാൻ പറ്റുമോ? ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ. വേറൊന്നല്ല, ആ കുടിയും കാക്കയും ഒന്ന് ഇളക്കാൻ പോവാ. എന്താടാ പറയുന്നേ? എടാ വാടാ വാടാ. എന്താവും? വാടാ വാടാ. ഇവിടെ ഇരിക്കായിരുന്നോ? എൻ്റെ ഏരിയയിൽ വന്ന് എന്നോട് ഒച്ചയെടുത്തോണ്ടിരിക്കുന്നു. അവിടെ ഇരി, നമുക്കൊന്ന് നോക്കാം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഹലോ ഞാൻ സുന്ദരിയാ. ഹലോ, ആരാന്ന്? ഞാൻ സുന്ദരിയാ വിളിക്കുന്നത്. സുന്ദരിയാന്നോ? അതെ, നിങ്ങക്ക് എന്നെ മനസ്സിലായില്ലേ? എനിക്ക് സുന്ദരിനെ അറിഞ്ഞൂടാ, ഡൽഹിയിലിരിക്കുന്ന മന്ത്രിനെ അറിഞ്ഞൂടാ. മുന്തിരി മാത്രം എനിക്കറിയാം. എടാ കൊണ്ട ഗോപാല, എന്താടാ, എന്തു പറ്റി? കൊച്ചു പിള്ളേർക്ക് മുട്ടായി കിട്ടാത്ത പോലെ വിഷമിച്ചിരിക്കുന്നേ. ആ ഗോപാല, ഞാൻ ചോദിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് വേദനിക്കൂലേ? വൈ സാഡ് ഫീലിംഗ്? വിട് ഗോപാല, ബാലൻസ് ഇല്ലാത്ത നമ്മൾ റീചാർജ് ചെയ്യില്ലേ, അതുപോലെയുള്ളൂ ലൈഫ്. എഴുന്നേക്ക് ഗോപാല. ഇതുകൊണ്ടാ താടിയെ വളർത്തണം, ഇസ്ക് 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 എന്ന് സെൻ്റ് അടിക്കണം, നാട്ടുകാരെ പറ്റിക്കണം, ഷർട്ടിലെ 2 ബട്ടൺ സൂര്യയിടണം, കയ്യിൽ കയറ്റി കൊടുക്കണം, എന്നിട്ട് ചുമ്മാ ഓടിക്കൊണ്ടേയിരിക്കണം. അതെ ഗോപാല. അതെ നാരായണ, യു ആർ റൈറ്റ്. ബട്ട് ഇറ്റ്സ് ഓക്കേടാ, ഓൾ ഈസ് വെൽ. യു ഡോണ്ട് വറി, വേറെവർ യു ഗോ ഐ വിൽ ഫോളോ യു. ഓക്കെ? എടാ ക്ലിൻഡ, നീ ആ വിത്തകനെ പോലെ മണ്ടത്തരങ്ങളാണല്ലോ പറയുന്നേ. പ്രേമമാടാ, കറിവേപ്പില പോലെ എടുത്ത് തൂക്കിക്കളയാൻ അതെന്താ കല്യാണത്തിന് ബാക്കി വന്ന എച്ചിലല്ലടാ, മാനം കെട്ട മരയോന്തേ. അവൻ്റെ മുഖം നോക്ക്. നാരായണ, നീയെങ്കിലും പറ, എന്നെ കണ്ട അത്ര മോശമായിട്ടാണോ തോന്നുന്നത്? അടിച്ച് വാ വിളിച്ച് കളയും വെയിലത്തിരുത്തി തമാശ പറഞ്ഞ. മൂക്കിടിച്ച് പരത്തിക്കളയും വെയിലിരുത്തി സംസാരിച്ചോണ്ടിരുന്ന ഈ ഒരു വാചകം ഞാൻ എവിടെയും വായിച്ചിട്ടില്ലല്ലോ. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടടാ. ഇങ്ങനൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഏത് ഭാഷ ഇത് വിത്തക? ബറ്റാലിയൻ ബിട്ടേക്ക. ഓ, അത് ഇനി വേണം എനിക്ക് പഠിച്ചെടുക്കാൻ. ഇതാണ് കൊണ്ട ഗോപാലില് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം.
ഇത്രയും കാലം പുരോഗമിച്ചിട്ടും എന്ത് നന്നായിട്ടാ മലയാളം പറയുന്നത്. വീട്ടിൽ പോയിട്ടേ നല്ല ചിക്കൻ എടുത്തു വെച്ച് അത് നല്ലൊരു ചട്ടിയിലോട്ട് എടുത്തു വെച്ച് മുളകില്ലേ നമ്മുടെ മുളക് അതിട്ട് ഇഞ്ചി ഇടിച്ച് അതിലിട്ട് എടാ തങ്കക്കുടമേ, അതിലൊരു 2 സ്പൂണ് കുങ്കുമപ്പൂ ഇടറാ. അല്ലല്ല 3 സ്പൂൺ ഇട്ടോ. അതിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നത്. വരും 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 അതിലേക്ക് കുറച്ച് മസാലയും കൂടെ തൂകിയിട്ട് ഒരു കലക്കി അതിൽ 2 ഡ്രോപ്പ് തേനാണോ? വിഷം ചേർത്ത് അവനെ കൊല്ലണോടാ. മോനെ വിത്തക, എന്താടാ നിന്റെ പ്രശ്നം? ഞാനൊരു മിണ്ടാപ്രാണിയല്ലേടാ, വണ്ടിന്റെ മുകളിലോനെ. ഒരു ക്വാർട്ടർ പറ, അത് കഴിഞ്ഞു മതി ഫീലിങ്സ് ഒക്കെ. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ നോക്കണം, നിനക്കായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം. ഒരു ഹാഫ് തന്നെ പറ. വിത്തക, പള്ളിന്ന് ശമ്പളം കിട്ടിയിട്ടില്ലടാ. ഞാനോ കാശും എടുത്തിട്ട് വന്നിട്ടുമില്ല. ATM കാർഡില്ലേ, അതൊക്കെ വന്നോളും. ഒരു ഫുള്ള് പറയടാ. പറ്റുന്നില്ലടാ. എടാ പറയടാ, ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ? നിനക്കൊക്കെ വേണ്ടതല്ലേ? ശല്യം. എവിടെ പോയാലും പിന്നാലെ വന്ന് ഡാൻസ് കളിച്ച് ശല്യപ്പെടുത്തുക. നീ ഒന്ന് ക്ഷമിക്ക്, അവനെ ഞാൻ നോക്കിക്കോളാം. ഹലോ. കുമാർ, നിന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ടിന്റെ പുറകെ ആവശ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുക. അവനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ചുമ്മാ തലയാട്ടിക്കൊണ്ടിരിക്കണ്ട. ഞാൻ ഫോൺ വെക്കോ? എന്താടാ അവന്മാർ ഇങ്ങനെ ചെയ്യുന്നേ? അവള് വെറുതെ ബഹളം വെക്കുക. ഇവൻ എന്താ ഇപ്പൊ? ഹലോ. എടാ ചൊറി പിടിച്ച മെനകെട്ടവനെ, നീ അവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കടാ? എന്റെ കണ്ണിലെങ്ങാനും പെട്ടെന്ന് എന്റെ തലേനെ അടിച്ചു പൊളിക്കും. മനസ്സിലാടാ ചൊറിയുമ്പോഴും. ഓക്കെ. ക്ലീൻ ഇന്ത്യാന്നോ? ഇന്ത്യ ക്ലീനാന്ന്. എന്താടാ വിഷമിച്ചിരിക്കുന്നേ? എടാ സുന്ദരന്മാരെ, വിടറാ. ഇവന്റെയൊക്കെ കാര്യം ആരാ പറയുന്നേ? നീയൊക്കെ 2 കാലം നടന്നപ്പോൾ അവൻ 4 കാലം നടന്നവനാടാ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ നല്ലൊരു തീരുമാനം എടുക്ക്. ഒരു കല്യാണമൊക്കെ കഴിച്ച് നീ ഒന്ന് സെറ്റിലാകും. ഇങ്ങനെ കള്ളും കുടിച്ച് നടന്നാ നിനക്ക് ഒരാൾ പോലും വില തരില്ല. എന്താടാ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? നീ ഇത് നോക്ക്. അധികം ആലോചിക്കാനൊന്നും ഇല്ലടാ, നോക്ക്. എടാ കാണുമ്പോൾ തന്നെ നിനക്ക് ഇഷ്ടമായിക്കോളൂ, നീ നോക്ക്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയല്ലേ? നമസ്കാരം ചേട്ടാ, എന്താ പരിപാടി? എന്തായിട്ടൊരു ചർച്ച? എന്നെ നോക്കിയേ, നെറ്റിൽ കുറിയൊക്കെ തൊട്ട് അടിച്ചു പൊളിച്ച് നടക്കുകയല്ലേ ഞാൻ. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ പ്രേമം കൊണ്ടാ ചേട്ടാ. അതുകൊണ്ടാ പറയുന്നത്, പ്രേമിച്ച് കല്യാണം കഴിച്ച് സെറ്റിലാവണമെന്ന്. അധികം ആലോചിക്കണ്ട ചേട്ടാ, പെട്ടെന്ന് കല്യാണം കഴിച്ച് സെറ്റിലാവും നോക്ക്. ഇത് നമ്മളുടെ റൂമാടി. ടൈൽസ് ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റൂമിനുള്ളിൽ AC ഉണ്ട്. ഹണിമൂൺ നമുക്ക് പുതിയ വീട്ടിൽ ആഘോഷിക്കാടി. ആ മുറി എന്റെയാണോ ചേട്ടാ? തേടി മോളെ. അപ്പൊ ഈ മുറി നമുക്ക് പിള്ളേർക്ക് കൊടുക്കാം അല്ലേ?
ഇവിടെ നമുക്ക് കാറും പാർക്ക് ചെയ്യാം. എന്റെ സുന്ദരാ എന്താടോ കാക്കേ, കണ്ടില്ല എന്റെ പെണ്ണിനെ? പോ. ആരാ ചേട്ടാ അത്? വട്ടനെ പോലെ ഉണ്ടല്ലോ. അവനൊരു കള്ളുകുടിയനാ. बुलशिट त्यागो क्या हो गया? സാർ ഒരു ചെറിയ പ്രശ്നം. त्यागो स्टॉप, लिव मी अलोन. സുശീൽ സേട്ട്, പിന്നെ തങ്കം സ്വാമി, ഇവരെല്ലാം ഇവിടെ നിന്ന് അകറ്റി കള്ളക്കടത്ത് ബിസിനസ്സില് ഇവൻ വലിയ കില്ലാടിയായി. ചൊക്കലിംഗം, അതുപോലെ സേട്ട് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ തലവേദന. ഇവരെ രണ്ടുപേരെയും ഒതുക്കി കെട്ടാനുള്ള ചുമതല കിട്ടിയത് DYSP ഗോപിക്കാണ്. DYSP ഗോപി ഇവരെ രണ്ടുപേരെയും തന്ത്രപൂർവം തമ്മിൽ തല്ലിച്ചു. ഈ തമ്മിത്തല്ലിനിടയിൽ സേട്ട് ചൊക്കലിംഗത്തിന്റെ എല്ലാ ആളുകളെയും തീർത്തു കളയാൻ ആരംഭിച്ചു. ഇതിനെതിരായി ചൊക്കലിംഗം സേട്ടിന്റെ ഇടവും വലവും നിൽക്കുന്നവരെ ഒതുക്കി സേട്ടിനെ ഒറ്റയ്ക്കാക്കി. അതിനുശേഷം സേട്ട് റൗഡി ത്യാഗയെ തന്റെ പുതിയ പങ്കാളിയായി കൂടെ ചേർത്തു. എന്താ സാർ? എന്തായി സെൽവം, ജോലിയൊക്കെ എങ്ങനെ നടക്കുന്നു? പണിയൊക്കെ നന്നായി നടക്കുന്നുണ്ട്. പഴയ പോലല്ല, പോലീസിന്റെ ശല്യം ഇപ്പം ഇത്തിരി കൂടുതലാ. ലോ, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേ. അറിയിക്കാം സാർ. നോക്കിയിട്ടൊന്നും കാര്യമില്ല, കാര്യം പറയണം. ഇല്ലേ ഞാൻ അങ്ങോട്ട് വരും. ശരി സാർ, അങ്ങനെ ആകട്ടെ. ആ ശരി. എടാ സദാ, വീട്ടുകാരനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് ഓരോ ആവശ്യം തോന്നുന്ന പോലെ ഇയാൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇയാൾ നമ്മളെ വിളിക്കത്തുള്ളൂ. മനസ്സിലായോ? ആറാ അത്? അറിയില്ലണ്ണാ. കറുത്ത റോഡിലൊരു റോസാപ്പൂ തനിച്ച്. വണ്ടി സൈഡിൽ നിർത്തിയേട്ടാ, നമുക്ക് ചോദിക്കാം. എന്നാ ചോദിച്ചു നോക്കാം. മോളെ, കാറിൽ കയറ്, ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട സാർ, ഞാൻ തന്നെ പോയിക്കോളാം. എന്നാ മോളെ ആലോചിക്കുന്നേ? നിന്റെ അച്ഛനാണെന്ന് വിചാരിച്ചോ? കേറ് മോളെ, വന്ന് മുമ്പിലിരിക്കേ. എടാ സദാ, പുറകെ പോയിരിക്കേ. മോള് മുന്നിലിരുന്ന് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ പൊക്കോളാം. കാഴ്ചയാണ്. പോടാ, ആലോചിക്കാനെന്തിരിക്കുന്നു? മോളെ, സീറ്റിന് ബെൽറ്റ് ഇട്ടിട്ടിരുന്നോട്ടാ. സൂക്ഷിച്ചു മോളെ, എവിടെയും തട്ടാതെ വന്നിരിക്കേ. തട്ടല്ലേ തട്ടല്ലേ. ക്യൂട്ട്. കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ ഇരുന്നോണം കേട്ടോ. മൊലാളി, ഉള്ളിലൊരു സൂപ്പർ പീസ് ഉണ്ട്, ആവശ്യം വരും, കൊണ്ടുപോയാലോ? ഓക്കെ ഓക്കെ. ഇവിടെ നോക്ക്, ഈ ബാഗ് ഫുള്ള് സേട്ടു തന്ന കാശാ. ഇതിന് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അതൊന്നും എനിക്കറിയണ്ട. ആ കമ്മീഷണറെ വിഗ്രഹക്കടത്തിന്റെ ഇടയിൽ വരരുത്, അത്രേ ഉള്ളൂ. അതിന് എന്ത് വേണോ അത് ആലോചിക്കേ. ഈ മാസം അടിച്ച 200 കോടി രൂപ നമ്മുടെ പണം പോലീസ് റെയ്ഡ് ചെയ്തു.
എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. ഈ കമ്മീഷണർ കാരണം നമുക്കൊരു വഴിക്കിറങ്ങാൻ പറ്റാണ്ടായി. ആ കമ്മീഷണർ സുബ്രഹ്മണ്യം നമ്മുടെ വഴിയിൽ വരാതിരിക്കണമെങ്കിൽ ആദ്യം അവൻ്റെ മോളെ പൊക്കണം. എന്താന്ന് വെച്ചാൽ അവൻ്റെ മോളെന്ന് പറഞ്ഞ ജീവനാ. അവളെ ആദ്യം പൊക്കാം, തന്നെ വന്നോളൂ അവൻ. ചേട്ടാ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം. എടോ മണ്ട, വെറുതെ വാ കൊണ്ട് പറഞ്ഞാൽ പോരാ, ഇതൊക്കെ പ്രവൃത്തിയിലും കാണണം. ഇങ്ങനെ വെറുതെ പറഞ്ഞ് നിന്റെ മുടിയെല്ലാം നരച്ചു. ബാക്കി മുടിയെങ്കിലും നരക്കാതെ നോക്കിക്കോ. ഡാ, ആ പെണ്ണ് വരുന്നുണ്ട്. എല്ലാവരും റെഡി ആയിട്ടിരുന്നു. ഹലോ സെൽവ, ഇപ്പൊ പണി നടക്കില്ല. ചുറ്റും ആള് കൂടുതലാ. തിരിച്ചു പോവാ. എന്താടാ സെൽവം, ഈ പെണ്ണുങ്ങളുടെ കൂടെ കഥ പറഞ്ഞിരിക്കുകയാണോ? ഹലോ, മൈൻഡ് യുവർ വേർഡ്സ്. റീത്ത, നീ സംസാരിക്കാതിരിക്കെ. ഡാർലിംഗ്, ഈ സംസാരത്തിനൊന്നും ഒരു ആവശ്യമില്ല. ഈ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ആ പൈസ എങ്ങനെ തിരിച്ചു കിട്ടിയേനെ. അതും അല്ലാതെ പെണ്ണിനെ കടത്തുവെന്നും പറഞ്ഞ് ബ്ലഡി. എടാ സെൽവം, ഇവരെന്തൊക്കെയാടാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മനസ്സിലായില്ല. അധികം വായിട്ടളക്കാത്ത നിന്റെ ഡാർലിങ്സിനോട് മര്യാദക്ക് ഇരിക്കാൻ പറ. ആരോടാ കളിക്കണമെന്ന് അറിയോ? എല്ലാം ആലോചിച്ചിട്ട് തന്നെ ഞാൻ ഇറങ്ങിയത്. പിള്ളേരെല്ലാവരും റെഡി ആയിട്ടിരിക്കുക. പക്ഷെ കറക്റ്റ് സമയം ഒത്തുവന്നില്ല. ഇവിടെ നോക്ക് സെൽവം, പെണ്ണിനെ കടത്തുന്ന കാര്യമെന്ന് പറഞ്ഞ് നിസ്സാരമാക്കി കളയരുത്. പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെയാവും. നല്ല പ്രായത്തിൽ പണത്തിന്റെ വില എന്താണെന്ന് അറിയണം. അതല്ലാതെ ഇതുങ്ങളുടെയൊക്കെ കൂടെ കറങ്ങാൻ നിന്നുണ്ടല്ലോ, തിന്നാൻ വേണ്ടിയിട്ട് മുടി വെട്ടാൻ പോകേണ്ടി വരും. നമ്മൾ കടത്താൻ പോകുന്നത് കമ്മീഷണറിന്റെ മുളയാണെന്ന് ഓർമ്മ വേണം. മനസ്സിലായോടാ നിനക്ക്? ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും നമ്മളെ എല്ലാത്തിനെയും തൂക്കി അകത്താക്കും. എന്താ ത്യാഗു, നമ്മളെന്താ കബഡി കളത്തിൽ കബഡി കളിക്കുകയാണോ? സാർ, ഈ തവണ എനിക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ സെൽവത്തിനോട് പറഞ്ഞത്. സെൽവം, തും ക്യാ കർ രഹോ? ബോലോ സെൽവം, തും ക്യാ കർ രഹോ? എന്താടാ സെൽവം, പണം വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ചോദിക്കുന്ന കേട്ടില്ലേ? പറയേ. സാർ, ഞാൻ എന്ത് ചെയ്യാനാ സാർ? ശരിയായ സന്ദർഭം കിട്ടിയില്ല. പണി കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ പറയാം. അത് മാത്രമല്ല, ധൃതി പിടിച്ചാ എല്ലാം കൈവിട്ടു പോകും. സാവധാനം സമാധാനത്തോടെ എല്ലാം ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. എന്തേ പറയാൻ? അളിയൻ എന്താടാ വിഷമിച്ചിരിക്കുന്നേ? എന്തു പറ്റി കുമാരേ? എടാ നിന്നോടാ ചോദിക്കുന്നേ, കേട്ടില്ലേ? അളിയാ, എന്താടാ പ്രശ്നം? എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? ആട് പാമ്പേ ആടാട് പാമ്പേ ആടാട് പാമ്പേ. ഇവന്മാരെന്താ കുത്തിയിരിക്കണേ? എടാ ചോദിക്കുന്ന കേട്ടില്ലേ? പറയല്ലേ. ആടണോ ആടണോ? മര്യാദക്ക് പൊക്കോ, എനിക്ക് ദേഷ്യം വന്നിട്ടിരിക്കുക. ഞാൻ ആടണോ 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 ഞാൻ ആടണോ 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 ആടണോ? എടാ എന്താടാ പറയണേ? എന്ത് പറയാനാടാ, അവളെന്നെ തേക്കുമെന്നാ തോന്നുന്നത്.
അതുകൊണ്ടാടാ മൂഡ് ഔട്ട് ആയിരിക്കുന്നത്. നീ എന്താ ഈ പറയുന്നേ? എടാ അനിയ, അവളിപ്പോൾ പഴയ പോലെ ഒന്നല്ലടാ. പൂവിനും തണ്ടിനും ഒരുപോലുള്ള മണമാണെന്ന് പറഞ്ഞ പോലെ എല്ലാവരോടും പെരുമാറുന്ന പോലെയാടാ അവൾ എന്നോടും പെരുമാറിയത്. A² = B², A² B² 2AB. അത് വിട്, അതെന്തായാലും നടക്കില്ലല്ലോ. അത് വിട്ടിട്ട് വേറെ വല്ല പണിക്കും പോവാൻ നോക്ക്. നീ കാര്യം എന്താന്ന് പറ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതെ. മനസ്സിലായോ? നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചാ എൻ്റെ പ്രശ്നം എന്നിൽ തന്നെ തീരട്ടെ എന്ന് കരുതി ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്. അവളെന്നോട് സംസാരിക്കാത്തതുകൊണ്ട് എൻ്റെ മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ. പ്രണയമല്ലടാ, അതാ നെഞ്ചു കാണിക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണം. ചേട്ടാ, ഒരു ക്വാർട്ടർ അടിച്ചാലോ? അനിയ, ആവേശം കാണിക്കില്ലടാ. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലടാ. ബഡ്ജറ്റ് പ്രോബ്ലമാടാ, ബഡ്ജറ്റ് പ്രോബ്ലം. യുവമാരുന്ന് എങ്ങോട്ടാ പോയേ? ഓ, യുവമാരുന്ന് വെച്ചിട്ട് പോയല്ലേ? അയ്യോ. നോക്ക്, ഞാൻ പറയുന്നത് കേക്ക്. ആദ്യം നിങ്ങളൊന്ന് സംസാരിക്കേ. സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ നല്ലതിനെല്ലാം പറയുന്നെന്ന് എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ. കുമാരന് നിന്നെ ഇഷ്ടമാണെടി. അവനോട് നീ ആദ്യം ഒന്ന് സംസാരിക്കേ. എന്ത് സംസാരിക്കാനാ നീ പറയുന്നത്? എന്റെ അച്ഛൻ എങ്ങനെ ഈ കാര്യം അറിഞ്ഞ് അവനെ കൊന്നുകളയും. അളിയാടാ, എന്ത് പറ്റിയടാ? പറയടാ. പോടാ. എന്താടാ അവന് പറ്റിയത്? അറിയില്ലടാ, പറയടാ. എന്താടാ ഒന്നും പറയാതെ പോണേ? എന്ത് പറ്റി? എന്താ ഇപ്പൊ ഇത്ര മൂഡ് ഓഫ്? ഒന്നുമില്ലടി. വെറുതെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ആദ്യം നിങ്ങളൊന്ന് സംസാരിക്കേ. സംസാരിച്ചാൽ എല്ലാ പ്രശ്നവും തീരും. എന്നെ നിർബന്ധിക്കല്ലേ. എനിക്കും അവനെ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഒന്നാമത് വട്ടുപിടിച്ചിരിക്കുക. അവൻ തന്നെയാ. എടുത്ത് സംസാരിക്കേ. ഇന്നോടെ എല്ലാ പ്രശ്നത്തിനും തീരുമാനമാക്ക്. ഹലോ സീത, എവിടെയാ നീ? ഹലോ കുമാർ. എനിക്ക് നിന്നൊന്ന് കാണണം. അതാ ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. ശരി. എന്താ നീ ഫോൺ എടുക്കാത്തത്? ശരി, ഓക്കെ. ആ ത്യാഗുവിനെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് റെയ്ഡ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഞങ്ങൾ ത്യാഗിയുടെ ഫാക്ടറി ഓഫീസും എല്ലാം റെയ്ഡ് ചെയ്യാം. ഇൻഫർമേഷന് നന്ദി സർ. ഹലോ, നമ്മുടെ ഏരിയ പോലീസുകാർ വളഞ്ഞാണോ? നമ്മുടെ ഏരിയയിലോ? അതെ, ഇൻകം ടാക്സ് റെയ്ഡാണോ തോന്നുന്നത്. റെയ്ഡോ? അതെ, നിങ്ങൾ വേഗം കിട്ടുവാ. ഡാർലിംഗ്, എന്തു പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആ പെണ്ണിന്റെ കാര്യം ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുക. ഇതെല്ലാം ആ ത്യാഗുവിന്റെ പണിയാ. അവനാ ഒന്നും ചെയ്യാതെ നിങ്ങളെങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്? നിങ്ങൾ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്തോ? ഡാർലിംഗ്, വിഷമിക്കാതെ ഡാർലിംഗ്. ഡാർലിംഗ്, ഇങ്ങോട്ടൊന്ന് നോക്ക്. വാട്ട്? എടാ പരമച്ചെറ്റേ, എനിക്ക് ദ്രോഹം ചെയ്യുന്നോടാ നീ. അണ്ണാ,
ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ അണ്ണാ? വിശ്വസിക്കണ്ണ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യോ? ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ വേറെ അണ്ണാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അണ്ണാ. ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല നടന്നേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അണ്ണാ. എന്നെ വിശ്വസിക്കണ്ണ അണ്ണാ, എന്നെ വിശ്വസിക്കുന്നേ. ഞാൻ സത്യമായിട്ട് നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യൂല അണ്ണാ. വിശ്വസിക്കണ്ണ. ഇത്രയും നാളെ ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്നെ ഒന്നും ചെയ്യല്ലേ അണ്ണാ. മരിക്കുന്നവരെ ഞാൻ നന്ദിയുള്ളവനായിരിക്കും അണ്ണാ. ഒന്നും ചെയ്യല്ലേ അണ്ണാ. ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യൂല അണ്ണാ. എന്താടാ സെൽവോ, എന്നെ കണ്ടിട്ട് പൊട്ടനാണെന്ന് തോന്നണ്ടോ നിനക്ക്? ഇനി അങ്ങനെ നിനക്ക് തോന്നണുണ്ടെങ്കിൽ അത് നിന്റെ തോന്നല് മാത്രമാണ്. നിന്റെ ആ പെണ്ണില്ലേ, അവളെ ഞാനങ്ങ് പൊക്കി. നീ എന്താടാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേടാ, നിനക്കൊന്നും അറിയില്ല. ഡാ, നിന്റെ പെണ്ണിപ്പ് എന്റെ കൂടെ ഉണ്ട്. അവളെ എങ്ങനെ എനിക്ക് കിട്ടിയെന്ന് ആലോചിക്കേ. അറിഞ്ഞോണ്ടല്ലടാ നീ എന്നെ ചതിച്ചത്. നിന്നെ ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും. അപ്പൊ മനസ്സിലാവും നിനക്ക് ഞാൻ കുഴിച്ച കുഴിയൊക്കെ നിന്റെ സൈസിന് കറക്റ്റ് ആയിരിക്കുമെന്ന്. എന്തായാലും പറയടാ, ഞാൻ നേരിട്ട് വരാം. ആ പറയടാ, എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞുതരാം. क्या तागू, क्या कर रहे आप सब मिलकर? സാർ, ഞങ്ങൾക്ക് കുറച്ച് സമയം എന്താ? കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഞങ്ങൾ തന്നെ വന്നോളാം. സാർ, പുതിയതായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം പുറത്തുനിന്ന് ആൾക്കാരാ. നമ്മളാണ് ചെയ്യുന്നതെന്ന് ഒരുത്തനും മനസ്സിലാവില്ല. ആ अच्छा, നാളെ നമുക്ക് കിട്ടാനുള്ള വിഗ്രഹങ്ങളുടെ മൊത്തം വില 100 കോടിയാ. അത് പോലീസ് അറിയാതെ കറക്റ്റായിട്ട് കടത്തിക്കൊണ്ട് പോയാ ഇനി നടക്കാനുള്ള എല്ലാ ഇല്ലീഗൽ ഡീലുകളും നമുക്ക് കിട്ടും. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. ആ പോലീസ് കമ്മീഷണർ സുബ്രഹ്മണ്യം, അയാളത്ര നിസ്സാരക്കാരനല്ല. ഈ ഡീലിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്റെ ലാഭം എന്താന്ന് പറ. അതായത് നിങ്ങളുടെ ഒരു ബിസിനസ്സിലും ഞങ്ങൾ തലയിടില്ല. അതുപോലെ ഞങ്ങൾക്കുള്ള എല്ലാ ബിസിനസ്സിൻ്റെയും 20% നിങ്ങളുടെ കൈ വന്നു ചേരും. ചേട്ടാ പറയട്ടാ, എന്താ പ്രശ്നം? അണ്ണാ ചോദിക്കുന്ന കേട്ടില്ല അണ്ണാ. പറയണ്ണ. അറക്കാൻ പോകുന്ന ആട് തലകുനിച്ച് നിൽക്കുന്ന പോലെയാണല്ലോ അണ്ണാ നിൽക്കുന്നത്. കാര്യം പറ അണ്ണാ. കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലടാ. എന്താണ് എങ്ങനെ പറയുന്നത്? ഇതിനു വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തേ. കാര്യം എന്തെന്ന് പറയണ, ഞങ്ങൾ നോക്കിക്കോളാം. നീ വിചാരിക്കുന്ന പോലെ സാധാരണ കാര്യമല്ല അത്. പിടിക്കപ്പെട്ടാണ്ടല്ലോ ഇടിച്ച് ചമ്മന്തിയാക്കി കളയും. സാധനത്തിന്റെ വില തന്നെ 500 കോടിയാ. സുന്ദരവും സെൽവവും കൂടി ഇത് എന്നോട് മാത്രം ചെയ്യാൻ പറഞ്ഞ കാര്യ. സാധനം കൈ വന്നതിന് മുമ്പ് പോലീസിനെ അറിയിച്ച് റെയ്ഡ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് കറക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മളത് ടേക്ക് ഓഫ് ചെയ്യുന്നു, എന്നിട്ട് സെറ്റിലാവുന്നു. നിങ്ങളെന്ത് പറയുന്നു? അണ്ണൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ ഇതൊക്കെ നമ്മളെങ്ങനെ ചെയ്യും? ഇപ്പം മുതൽ കാര്യം ചെയ്യാനായിട്ട് റെഡി ആയിരുന്നോ? സാധനം തൂക്കിയ എല്ലാവർക്കും സെറ്റിലാവാം. മനസ്സിലായില്ലേ? ഡാ വാടാ. ഡാളിയാ, ഇത് നമുക്കങ്ങ് ചെയ്താലോ? ഏയ് സീത, എന്തടി? നീ സംസാരിച്ചോ? സമയമായിടി, വേഗം വാ. ഹേയ് ശരണ്യ, ഹായ്.
സീത, നീ എന്തിനാ അവളെ വിളിച്ചോണ്ട് വന്നേ? നമുക്കൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുമോ? അവളൊരു കിളി പോയ കേസാടി. എടി നിനക്ക് പോണെങ്കിൽ പോയിക്കോ, ഞാൻ വന്നോളാം. ശരി ശരി, ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നോളാം. വേഗം വാ. അളിയാ എടുക്കടാനെ. കമ്മീഷണറുടെ മോളെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയ കുമാറിനെ റൗഡി ത്യാഗ് നിസ്സാരമായിട്ട് തട്ടിക്കൊണ്ടുവന്ന് ഒന്ന് തള്ളി. എടാ, ഉള്ളതിൽ ഈ ദൈവങ്ങളുടെ വിഗ്രഹം കക്കുന്നതാടാ മോശം പരിപാടി. ദൈവമാടാ, കണ്ണു പൊട്ടും. നേരിട്ട് വന്നായിരിക്കില്ല, മറഞ്ഞിരുന്ന് ചങ്കി കുത്തും. റൗഡി ബേബി സിൽക്ക് സട്ടേ സൊട്ടേ സൊട്ടേ. സർ, മാണിക്കവേൽ, എന്തായി? കലിവർദ്ധൻ എന്തെങ്കിലും പറഞ്ഞോ? റൗഡി ബേബി ദേഷ്യത്തിലാ. തീർത്തിട്ട് വിളിക്കാം. പെട്ടെന്നാകട്ടെ മാണിക്കവേൽ, എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക സാറേ. ഇത് തീർത്തിട്ട് ഞാൻ വിളിക്കാം. റൗഡി ബേബി, റൗഡി ബേബി. റൗഡി ത്യാഗ് സേട്ടിനെ ഫോൺ വിളിച്ചിട്ട് സുന്ദരത്തിനെയും സെൽവനെയും വെച്ച് പുതിയ പണി തുടങ്ങി. പക്ഷേ സെൽവന്റെ കൂട്ടാളികൾ ത്യാഗിന്റെ കൂടെ ഒരു ഡീലിംഗും വെക്കരുതെന്ന് കട്ടായം പറഞ്ഞു. എന്നാൽ വിഗ്രഹക്കടത്തിൽ നിന്ന് സെൽവൻ പൂർണ്ണമായും പിൻവാങ്ങി. അതുകൊണ്ട് ത്യാഗ് എല്ലാവരെയും പിന്തള്ളി പുതിയൊരു വഴി തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് വിഗ്രഹക്കടത്തിലേക്ക് ഞാൻ കയറി വന്നത്. മൊത്തം വിഗ്രഹത്തിന്റെയും വില 200 കോടി. പറ്റിയ ആളെ കിട്ടിയപ്പോ അപ്പൊ തന്നെ ഡീലാക്കി. കുമാറിന്റെ കൊലപാതക കേസ് അവന്റെ കൂട്ടുകാരൻ തന്നെയായ മൂർത്തിയുടെ തലയിലായി.
പക്ഷെ അവൻ പോലീസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. എന്താടാ പറയുന്നേ? ഞാൻ ചെയ്തെന്നോ? ശരിക്കും എന്താ നടന്നേ? അത് ഇവൻ ചെയ്തതായിരിക്കില്ല, ഇവൻ ആരോ ചതിയിൽപ്പെടുത്തിയതാ. ചേട്ടാ പറയുന്ന കേട്ടാ, ഞാനല്ലാട്ടാ ചെയ്തത്. പക്ഷെ മൂർത്തി വന്ന് ഞങ്ങളെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിട്ട് ചതിക്കൂന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. പോലീസ്, 200 കോടി രൂപയുടെ വിഗ്രഹം എവിടെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വിഗ്രഹം കൈമാറിയിരിക്കും. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വെറുതെ നോക്കിയിരിക്കും. സർ, വിഗ്രഹം എവിടെയാണെന്നുള്ള സത്യം കലി ഛർദിച്ചു. ഏയ് പോലീസേ, വിഗ്രഹം എവിടെയെന്ന് നിങ്ങൾക്ക് അതിനറിയാം? ഏയ് ചോദിച്ചു കേട്ടില്ലേ? പറയേ. ഇന്ന് രാത്രിക്കുള്ളിൽ നമ്മുടെ ആളുകൾ ചേസ് ചെയ്യും സാർ. എങ്ങനെയാ ഫോർമാലിറ്റീസ് എല്ലാം നോക്കിക്കോ സാർ. എങ്ങനെയാടാ ഞാനിവിടെ ഉള്ളപ്പോ പോലീസേ എന്താ പ്ലാൻ ചെയ്യുന്നത്? ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നിട്ട് പിന്നെ പോലീസേ പറയടാ. റൗഡി ബേബി ആരാന്ന് അറിയണോ നിനക്ക്? കുറച്ച് വെയിറ്റ് സാധിക്ക്, അവനെങ്ങോട്ട് കൊണ്ടുപോവാ. ഓക്കെ സാർ. കളി അങ്ങോട്ട് നോക്കിയേ, കൊച്ചു ലഡ്ഡു പോലെയാ വരുന്നത്. ആ കുട്ടിയാ നിന്നെ ഒറ്റി കൊടുത്തത്, മനസ്സിലായ?
സാധിക്കേ തലയൊന്ന് ഉയർത്തി കാണിക്കടാ. കലിയത് കാണട്ടെ. ഒറ്റിക്കൊടുത്ത് ലഡ്ഡു ആണോ അരിയുണ്ടയാണോ എന്ന്. പിന്നെ ഈ ഫോർമാലിറ്റി എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ? അത് ഇതാടാ, നമ്മുടെ നാടിന്റെ ഐശ്വര്യത്തെ എല്ലാം വെളിനാട്ടുകാർക്ക് വിലക്കി വിൽക്കുന്ന നിന്നെപ്പോലെ സാമൂഹ്യദ്രോഹികളെ കേരള പോലീസ് എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് കാണണോ? ഇപ്പൊ മനസ്സിലാക്കി തരടാ നിനക്ക് കേരള പോലീസിന്റെ പവർ. വേണ്ട